ഈ ജ്യൂസ് എനിക്കാണോ? താങ്ക് യു ഡിയർ. നിക്ക് വിവേക്, ഇത് നിനക്കുള്ളതല്ല, എന്റെ അമ്മായി അമ്മയ്ക്കുള്ളതാ. എന്താ അമ്മായിയമ്മ എന്ന് പറയുമ്പോ എന്താ എത്ര സ്ട്രെസ്? സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ സ്ട്രെസ് മാത്രം എനിക്കിപ്പോ ഉള്ളത്. നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ആ കണ്ണി ചോരയില്ലാത്ത മഞ്ജരി എന്റെ കഴുത്തിനൊക്കെ എന്തിടിയാ ഇടിച്ചത്. ഇതാമ്മേ, ഈ ഫ്രൂട്ട് ജ്യൂസ് കുടിക്ക്. നീ കറക്റ്റ് സമയത്താ വന്നേ ചാരു. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എന്താ പറ്റിയതമ്മേ? ആ മഞ്ജരി എന്നെ തല്ലി. എന്താ അമ്മേ, ആ മഞ്ജരി തല്ലിയെന്നോ? അവൾക്ക് അമ്മ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തേ? അമ്മയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ അവക്ക് ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയായിരുന്നോ? അതൊന്നും ഓർക്കാതെയും നന്ദിയില്ലാതെയും അവൾ എങ്ങനെയാ അമ്മയെ തല്ലിയത്? അവളുടെ അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട്. അത് ശരിയാണമ്മേ, അവളുടെ കഴുത്തിൽ ആ താലി ഉള്ളത് കൊണ്ട് അഹങ്കാരം അവക്ക്. രാത്രി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. രാവിലെ എണീറ്റപ്പോ അവളിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ താലി കയ്യിൽ പിടിച്ച് ആ താലി ഉപയോഗിച്ച് അവൾ എല്ലാവരെയും നശിപ്പിക്കുന്ന ശബ്ദം എടുക്കുന്നുണ്ടായിരുന്നു. എന്റെ ചേച്ചിയെ കുറിച്ചായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലായത് അമ്മയുടെ കാര്യമാണെന്ന്. എന്താ എന്നെ തല്ലിട്ട് അവൾ എന്നെ നശിപ്പിക്കുന്നോ? അങ്ങനെ തന്നെ അമ്മേ. അവളുടെ കഴുത്തിലുള്ള താലി ഉപയോഗിച്ച് അമ്മ ഈ വീട്ടിൽ നമ്മൾ പുറത്താക്കും. എത്ര അവൾ എന്നെ പുറത്താക്കുമെന്നോ? ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കാം. എല്ലാവരെയും പറ്റിച്ച് കള്ളത്തരം കാണിച്ച് താലി കെട്ടി കൊണ്ടുവന്നാ അവക്ക് അത്രയും പവർ ഉണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ടോ ഉണ്ടായിക്കൂടാ? അവളാണോ ഞാനാണോന്ന് ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കണം. അഹങ്കാരി മഞ്ജരി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഞാനിതാ വരുന്നു. എടി മഞ്ജരി, നീ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുവോ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? അയ്യോ, വീണ്ടും തുടങ്ങിയോ? ഭ്രാന്ത് പിടിച്ചതുപോലെ ഇന്നലെ എന്നെ കൊല്ലാൻ നോക്കിയതല്ല ആന്റി. തൽക്കാലം ഇവിടുന്ന് ഇപ്പൊ പോവാൻ നോക്ക്. എങ്ങോട്ടാടി ഞാൻ പോവണ്ടേ? ഈ താലി നിനക്ക് കഴുത്തിൽ കിടക്കുന്നോണ്ടല്ലേ നിനക്ക് അഹങ്കാരം. എന്റെ സഹായമല്ലാതെ അതെങ്ങനെ നിന്റെ കഴുത്തിൽ വരും? അന്ന് അവിടെ ആന്റി കൂടെ വന്ന് നിന്ന് മിഥുന്റെ കൈ പിടിച്ച് താലി കെട്ടിച്ചതുപോലെയാണല്ലോ പറയുന്നേ. മിഥു നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നോ? നീ കള്ളത്തരം കാണിച്ച് ഇവിടെ വന്ന് നാടകം കളിക്കല്ലേ? ഉടായിപ്പ് കാണിച്ച് ഈ വീട്ടിൽ താലി കെട്ടിക്കൊണ്ടുവന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നോ? ഈ വീട്ടിൽ ഞാനാണോ നീയാണോ ഉണ്ടാവാൻ പോന്നെന്ന് എനിക്കൊന്ന് കാണണം. നീ ഇങ്ങോട്ട് വാ. ആന്റി, ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ ആന്റി. എല്ലാവരും ഇത് കേൾക്കില്ലേ? കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത് നീ തന്നെയല്ലേ? ഇന്നത്തോടെ നിന്റെ ശല്യം അവസാനിക്കണം. നീ കാരണം മിഥുനും മേഘനയും ചാരു വിവേക്കൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇതായിരുന്നു നമുക്കും വേണ്ടത്. സത്യങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇന്നത്തോടെ മഞ്ജരിയുടെ കഥ തീരുന്നുള്ള കാര്യം ഉറപ്പായല്ലോ. ആന്റി, ഇന്നലെ രാത്രി ആ പാല് കുടിച്ചിട്ട് ആന്റിക്ക് എന്നോട് ദേഷ്യായിന്നാ തോന്നുന്നത്. ആ മരുന്നിന്റെ എഫക്റ്റ് പോകുന്നത് വരെ ആന്റി പുറത്തിറങ്ങണ്ട. വാ, നമുക്ക് റൂമിലേക്ക് പോവാം. നിർത്ത്. മരുന്ന് കുടിച്ചിട്ട് എനിക്ക് എഫക്ട് വന്നു. ഞാൻ പറയുന്നൊക്കെ ഭ്രാന്താണോ? ആ സരയുമായിട്ട് ചേർന്ന് ഒരു ഭ്രാന്ത് കാണിച്ചു കൂട്ടുന്നത് നീയല്ലേ? ഇന്നത്തോടെ അതിന് എല്ലാത്തിനും ഒരു അവസരം ഉണ്ടാക്കണം. അല്ല, എന്തെവിടെ സംഭവം? സത്യങ്ങളൊക്കെ വെള്ളച്ചാട്ടം പോലെ പ്രവഹിക്കാട്ടത്തി. വിവേകിന്റെ അമ്മ അനർഘ നിർഗളമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ കള്ളത്തരങ്ങളൊക്കെ സരയുന്റെ ലോക്കറിൽ ഭദ്രായി ഇരിക്കുന്നത് വരെ ആയുസുള്ളൂ. അതൊക്കെ പുറത്തു വന്നാലുണ്ടല്ലോ, നാണോ മാനോ അല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. മേഘനയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നീ ഈ താലി ഫ്രോഡ് കാണിച്ച് കെട്ടിച്ചതാന്ന് ഞാൻ എല്ലാരും അറിയിക്കും. എന്നെ എന്റെ താലിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും ചെയ്യുന്ന എന്തിനാ? നിന്റെ താലി പൊട്ടിക്കാൻ ഈ ഞാൻ തന്നെ മതി. കണ്ടില്ലേ, മിഥുൻ കെട്ടിയ 3 കെട്ട് ഇതിലുണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ പൊട്ടി വരില്ലായിരുന്നു.
ഇത് നീ കെട്ടിയതായതുകൊണ്ടാ പെട്ടെന്ന് നിങ്ങൾ വന്നത്. ആന്റി ഇത് എന്തൊക്കെയാ ചെയ്തത്? ആന്റി എന്ന് ഞാൻ കാണിച്ചു തരാം. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയും നീ പോയി അത് ചെയ്തിട്ട് വാ. എന്തു പറ്റി മഞ്ജരി? നീ കെട്ടിയ താലി അഴിഞ്ഞു വീണതുപോലെ ഉണ്ടല്ലോ. ഞാൻ കിട്ടിയതാലിയോ? സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ. സത്യങ്ങളൊക്കെ ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടു. നീ പറഞ്ഞതൊക്കെ കള്ളത്തരങ്ങളാണെന്ന് എന്റെ അമ്മായിയമ്മ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ കേട്ടു. എന്താ ഇവിടെ സംഭവിച്ചത്? എന്റെ താലി പൊട്ടിപ്പോയി ആന്റി. തെറ്റാണ് കുട്ടി. താലി പൊട്ടിപ്പോയെന്ന് പറയാൻ പാടില്ല. അഴിഞ്ഞു പോയിന്ന് വേണം പറയാൻ. കഴുത്തിൽ കെട്ടിയ താലി അഴിഞ്ഞു പോയാ അത് കെട്ടിയ ആൾക്ക് അപകടങ്ങളും ആപത്തും ഉണ്ടാവും. ആന്റി എന്നോട് ക്ഷമിക്കണം. സംഭവിച്ചതൊക്കെ തെറ്റായി പോയി. ഞാൻ കാരണം മിഥുന് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും വരട്ടെ. എന്ത് ശിക്ഷ അനുഭവിക്കാനും ഞാൻ തയ്യാറാ. തിരുമേനിയും ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഉണ്ട് മേഡം. മംഗളഗൗരി വ്രതമെടുത്ത് വീണ്ടും ഈ താലി കെട്ടിയാൽ അപകടങ്ങളൊക്കെ മാറിക്കോളും. അതൊക്കെ മുഹൂർത്തം നോക്കി കിട്ടിയ താലിക്കല്ലേ, ഫ്രോഡ് കളിച്ച് താലിക്കല്ലല്ലോ. ആര് ഫ്രോഡ് കളിച്ചു എന്നാ മേഘനെ? മിഥുന്റെ കൈകൊണ്ട് കെട്ടിയ താലി ഏത്? മേഘനെ, നീ ഒന്നും മിണ്ടാതിരിക്കെ. തിരുമേനിയും നാളെ ഹോമം തുടങ്ങുന്നതിന് മുൻപ് മംഗളഗൗരി വ്രതം എടുപ്പിച്ച് മിഥുനെ കൊണ്ട് മഞ്ജരിയുടെ കഴുത്തിൽ താലി കെട്ടിക്കാം. ആയിക്കോട്ടെ. നാളെ തന്നെയാണ് വ്രതവും ഹോമവും. എല്ലാവരും തന്നെ റെഡിയായിട്ടിരിക്കണം. എന്തു പറ്റി മേഘനെ? മിഥുന് എന്ത് സംഭവിച്ചാലും നിനക്ക് പ്രശ്നമില്ലേ? ഞാനിപ്പോ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നില്ല. മിഥുൻ എനിക്ക് ജീവനാ. അവൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്റെ ജീവൻ കൊടുക്കാനും തയ്യാറാ. എന്തു പറ്റി മഞ്ജരി? പെട്ടെന്ന് എന്റെ ബാങ്ക് ബാലൻസ് ഇത്ര കൂടിയതെന്താ? എന്റെ അക്കൗണ്ടില് ഇത്രയും കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ നിനക്കെങ്ങനെ തോന്നി? എന്നെ കുറിച്ച് നിനക്കറിയാവുന്ന സീക്രട്സ് എല്ലാം എന്നും സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കണം. അതിനുവേണ്ടി ഞാൻ തന്ന ഫീസാ ഇത്. അങ്ങനെയാണെങ്കിൽ കാശ് കൊണ്ട് എന്റെ വായ അടയ്ക്കാന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലേ? ശരിയാ. ഞാനൊന്ന് വാ തുറന്നാൽ നിന്റെ ജീവൻ തന്നെ പോകുന്ന ഉറപ്പല്ലേ? ഷട്ടപ്പ് സരയൂ. നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഞാൻ നിനക്ക് ഇത്രയും കാശ് തന്ന സ്ഥിതിക്ക് നീ എന്നെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. ഓക്കെ മഞ്ജരി, ഈ സരയു എപ്പോഴും നിന്റെ സേവനത്തിന് റെഡിയാണ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറയേ. നാളെ മിഥുൻ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവോ? ഞങ്ങളുടെ കല്യാണം മേഘനയുടെ കൺമുൻപിൽ തന്നെ നടക്കണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ചക്കി എന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതല്ലേ വേണ്ടത്? അതെ, ചക്കി നമ്മുടെ കയ്യിലാണുള്ളതെങ്കിൽ മേഘന നമ്മൾ പറയുന്നത് എന്തും ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിന് അവൾ തുള്ളിക്കോളും. അങ്ങനെ തന്നെ ചെയ്യാം. നാളെ ചക്കിയെ കിഡ്നാപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതാ. നാളെ രാവിലെ തന്നെ ഹോമത്തിന് വേണ്ടി ഞാനും ഇതിനും എന്തായാലും കയ്യിൽ വളയിടും. ആ ഏർപ്പാടുകൾ അവസാനിക്കുന്നതിന് മുമ്പ്
നീ ചക്കി അവിടുന്ന് കിഡ്നാപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടായിരിക്കും മംഗളഗൗരി വ്രതം എടുക്കാൻ പോകുന്നത്. ആ വ്രതം കഴിഞ്ഞ മിഥുൻ എന്റെ കഴുത്തി താലി കെട്ടുള്ളൂ. ആ സമയത്ത് മേഘന ഞാൻ പറഞ്ഞതനുസരിക്കണമെങ്കിൽ ചക്കി അവിടെ ഉണ്ടാവാൻ പാടില്ല. ചക്കി മിസ്സായി കഴിഞ്ഞാ മേഘനയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല. മിഥുന്റെ ജീവന് വേണ്ടി ഞാൻ പറയുന്നതെല്ലാം അവൾ അനുസരിക്കും. നീ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മഞ്ജരി. നിന്റെ പ്ലാൻ എനിക്ക് മനസ്സിലായി. നാളെ നീ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കാൻ പോവാ. നമ്മുടെ ഈ പ്ലാനില് മറ്റൊരാൾക്ക് കൂടി പണി കൊടുക്കണം. ആർക്ക്? പ്രിയംവദ ആന്റിയെ. അതെന്തിനാ? ആന്റി നമ്മുടെ ഭാഗത്തല്ലേ? ഇന്നലെ വരെ നമ്മുടെ സൈഡായിരുന്നു. നൈറ്റ് എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. നീ ആ സർപ്പത്തെ കൊണ്ടുവന്ന ലേഡിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മരുന്നില്ലേ, അത് കുടിച്ച് ആന്റി മുഴുവനും മാറി. ഡോണ്ട് വറി മാഡം, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന മുന്നിൽ കണ്ട് മാഡം മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ മരുന്നിനുള്ള ആന്റിഡോസ് ഇവിടെ ഉണ്ട്. സത്യാണ് സരയു. അതെ, ആ ആന്റിഡോട്ട് മഞ്ജരിയുടെ കയ്യിലേക്ക് കൊടുത്തേ. ഇതാ മാഡം. ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാ പ്രിയംവദ ആന്റി എന്തായാലും പഴയ പോലെ ആവുമല്ലേ? അതെ, വീണ്ടും നിന്നെ തന്നെ ആന്റി സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച് സരയു. എനിക്ക് ഇന്നലെ തൊട്ട് ആന്റിയെ സഹിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ആന്റിക്ക് മരുന്ന് കൊടുക്കട്ടെ ഞാൻ. എന്നാ പോയിട്ട് വരട്ടെ. മഞ്ചേരി നമുക്ക് ഒരുപാട് കാശ് തന്നു അല്ലേ മാഡം? വെളിച്ചമുള്ളപ്പോഴേ എല്ലാം കാണാൻ കഴിയുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? ലെറ്റ്സ് ഗോ. ഓക്കെ മാഡം. വലിയേട്ടാ, ഇന്ന് ഈ വീട്ടില് ഹോമം മാത്രമേ നടക്കാൻ പാടുള്ളൂ. അത് മാത്രമേ വലിയേട്ടൻ ചെയ്യാനും പാടുള്ളൂ. അത് ഞാനാണോ ചെയ്യുന്നത്, ആരെങ്കിലും ചെയ്യിക്കുന്നതാണോ എന്ന് തിരിച്ചറിയേണ്ടത് എൻ്റെ ആവശ്യമാണ്. മോൻ പറയുന്നതല്ലാതെ ഈ വീട്ടിൽ മറ്റൊന്നും നടക്കാൻ പാടില്ല. അതുകൊണ്ട് സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആ സത്യം പറയാവുന്നയാള് സരയുവാണ് മിഥുനേട്ടാ. സരയുവിനെ കൊണ്ട് സത്യം പറയിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ പണി തന്നെയല്ലേ ഏട്ടത്തി? നമ്മളെ നശിപ്പിക്കാൻ ആ സരയു ഉപയോഗിക്കുന്നത് അവളുടെ കോർപ്പറേറ്റ് ബുദ്ധിയല്ലേ? ആ വഴിക്ക് തന്നെ നമുക്ക് തിരിച്ചടിക്കാം. മഞ്ചരിയെക്കുറിച്ച് സരയുവിന് അറിയാമെങ്കിൽ സരയുവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് അന്ന് ആ ഹോളി ദിവസം വന്ന അവളുടെ PAക്ക് മാത്രമാണ്. അയാളെ ഉപയോഗിച്ച് തന്നെ സരയുവിന്റെ വാ തുറപ്പിക്കണം. ഐഡിയ സൂപ്പർ വലിയേട്ടാ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സരയു എന്തായാലും നമ്മുടെ വഴിക്ക് തന്നെ വന്നോളൂ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ ബലൂൺസ് കണ്ടോ? എന്താ മഞ്ജരി ഇതുവരെ ബലൂൺ ഒന്നും കണ്ടിട്ടില്ലേ? ഈ ബലൂൺസില് എന്താ എഴുതിയേക്കുന്നെന്ന് നോക്കി. ആ ബലൂൺസിൽ എന്തിനാ ഞങ്ങളുടെ അച്ഛന്റെ പേര് എഴുതിയേ? ഞാനും നിന്റെ അച്ഛനും ലവ് ബേർഡ്സ് അല്ലേ? പിന്നെ കുറച്ചു സമയം കഴിഞ്ഞാ ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവാ. ആ കല്യാണം നിങ്ങളുടെ അമ്മയ്ക്കും തടയാൻ കഴിയില്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കല്യാണം സന്തോഷത്തോടെ നടത്താൻ പോവല്ലേ. ഇതെങ്ങനെയുണ്ട് നോക്കി. നോക്കിയിട്ട് പറയാന്നേ. നോക്കിയിട്ട് പറ പിള്ളേരെ. നിങ്ങൾ എന്റെ ബലൂൺസ് നശിപ്പിക്കും അല്ലേ? നിങ്ങളെ ഞാനുണ്ടല്ലോ. എന്ത് ചെയ്യുന്ന മഞ്ജരിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മഞ്ജരി എന്ത് ചെയ്താലും
അത് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയോട് പോയി പറയും. നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയ്ക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. ഈ ബലൂൺസ് അല്ലേ നിങ്ങൾ നശിപ്പിച്ചോളൂ. ഞാൻ പുറത്ത് 100 ബലൂൺസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ തന്നെ വീർപ്പിച്ച് ആ ബലൂൺസിൽ മുഴുവൻ എന്നെയും നിങ്ങളുടെ അച്ഛന്റെ പേരെഴുതി ആകാശത്തേക്ക് പറത്തിവിടും. പിന്നെ എവിടെ നോക്കിയാലും ആ ബലൂൺസ് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ ബലൂൺസ് എല്ലാം ഞങ്ങള് ഇപ്പൊ തന്നെ നശിപ്പിക്കാൻ പോവാ. ചിക്കു നിക്കി, ഞാനും വരുന്നു. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ നടത്തിയത്. ചക്കി ഇപ്പൊ എന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. ഇനി മേഘന ഞാൻ പറയുന്നത് എല്ലാം അനുസരിച്ചോളൂ. ഹലോ, നീ ഇപ്പൊ ഒറ്റയ്ക്കാണോ മേഘന? നിന്റെ അടുത്ത് ആരും ഇല്ലല്ലോ അല്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിന്ന് സംസാരിക്ക. ആരാ നിങ്ങള്? ഒരുപാട് ശബ്ദം ഉണ്ടാക്കല്ലേ. ശബ്ദം ഉണ്ടാക്കിയാ നിനക്ക് തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടാവുന്നത്. വീട്ടിലെ ഹോമത്തിനുള്ള ഏർപ്പാട് നടക്കുവാണല്ലേ? ആരാ നിങ്ങള്? എന്തിനാ എന്നിപ്പോ ഫോൺ ചെയ്തേ? നിങ്ങക്ക് എന്താ വേണ്ടേ? അത് പറയാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ ഫോൺ ചെയ്തത്. ഇപ്പൊ ഞാൻ നിനക്കൊരു ഫോട്ടോ അയച്ചു തരാം. വേഗം അത് നോക്കിയിട്ട് എന്നെ തിരിച്ചു വിളിക്ക. ചക്കി, ചിക്കു, ബഹളം ഉണ്ടാക്കരുത്. ആരും ഇതൊന്നും കേൾക്കരുത്. എന്റെ കുട്ടികൾക്ക് എന്ത് പറ്റി? അവരിപ്പോ എവിടെയാ ഉള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തില് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ടുപേരും ബോധമില്ലാതെ എന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് എത്തിയത്? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല മേഘന. പക്ഷെ ഇപ്പൊ കാര്യം എന്താന്ന് വെച്ചാ, നിന്റെ കുട്ടികൾ എന്നും ഇങ്ങനെ ഉറങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. കുട്ടികളെ വീട്ടിലില്ല എന്നുള്ള കാര്യം നീ അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. എന്റെ കുഞ്ഞുങ്ങളെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തേ? നിനക്ക് എന്താ വേണ്ടേ? നീ ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി അകന്നു പോകണം. എന്ത്? ഒരു തവണ എല്ലാം ഉപേക്ഷിച്ച് പോയവളല്ലേ നീ. ഇപ്പൊ നിന്റെ കുട്ടികളുടെ ജീവന് വേണ്ടി നീ അങ്ങനെ ചെയ്തേ പറ്റൂ. അതും ഇന്ന് തന്നെ. നീ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് മിഥുൻ ജീവിതത്തിൽ ഒറ്റയ്ക്കാവാതിരിക്കാൻ മഞ്ജരിയായിട്ടുള്ള മിഥുന്റെ കല്യാണം നീ നടത്തി കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ നിന്റെ കുട്ടികൾക്ക് ജീവൻ ഉണ്ടാവുള്ളൂ. നിനക്ക് നിന്റെ കുട്ടികളായിട്ട് ജീവിക്കാം. ഞാൻ ഈ പറഞ്ഞതൊന്നും അനുസരിക്കാതെ കുട്ടികളെ മിസ്സായ കാര്യം വീട്ടിൽ ആരോടെങ്കിലും പറയുകയോ പോലീസിനെ അറിയിക്കുകയോ ചെയ്താ നിന്റെ 2 കുട്ടികളെയും പിന്നെ നിനക്ക് ജീവനോടെ കാണാൻ കിട്ടില്ല. എന്തായാലും നീ ആ ഫോട്ടോ ഒന്നുകൂടി നോക്കിക്കോ.
കുട്ടികളുടെ അടുത്ത് തന്നെ പോയിസണും ഞാൻ വെച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ഞാൻ അതങ്ങ് ഇഞ്ചെക്ട് ചെയ്യും. മിഥുന്റെയും മഞ്ജുരുടെയും കല്യാണം നീ നടത്തി കൊടുക്കണം. ഞാൻ കുട്ടികളായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങളുടെ കല്യാണം നീ തന്നെ നടത്തി തരും മേഘനെ. മീതുന്റെ കൈ പിടിച്ച് നീ തന്നെ താലി കെട്ടിത്തരും. കുട്ടികൾ എവിടെ മഞ്ജരി?